ഹലോ ഗൈസ്, സുഖല്ലേ? രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉപ്മാവും കോഴി പൊരിച്ചു, പിന്നെ കുറച്ച് സാലഡ് അങ്ങനെ ലൈറ്റാണ്. രാത്രിത്തേക്ക് തള്ളി നീക്കി. രാത്രി വരെ പണിയെടുക്കുന്ന മുനിസിപ്പാലിറ്റിക്കാരെയും കണ്ട് അങ്ങനെ രാവിലെ എണീച്ചിട്ടാകുമ്പോൾ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം എല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കും. ഞായറാഴ്ച അല്ലേ. ഉമ്മ മിനിയാന്ന് മാങ്ങ കൊടുത്തത് അവിടെ പോക്കാൻ വെച്ചിന്. അത് പോത്തിനൊന്നും അറിയില്ല, ആകെ ഒന്നേ ഇല്ലെന്ന് തോന്നുന്നു. അതാണെങ്കിൽ പോത്തിട്ടോ പച്ച തന്നെ നല്ലോണം ഇറങ്ങാന്ന് വിചാരിക്കും. ഞായറാഴ്ച ആണെങ്കിൽ എവിടെ പറ്റുന്നത് രാവിലെ എണീച്ച് അപ്പല് സുഖം. പുറത്താണെങ്കിൽ നല്ല ചൂടിട്ടാ, ചൂട് കൂടി കൂടി വരുന്നുണ്ട്. മിനിയാന്ന് ഉപ്പിലിട്ട് വെച്ചിനെ നെല്ലിക്ക. ആ നെല്ലിക്ക ഓപ്പൺ ആക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്നെല്ലാം തിന്നിട്ട് തന്നെ കാണണം. ഫസ്റ്റ് തന്നെ എടുത്തിട്ട് എനിക്ക് തന്നെ എങ്ങനെയുണ്ട് നോക്കാറുണ്ട്. ഉപ്പും പുളിയെല്ലാം പൊടിച്ചിനോന്ന്. ഏത് മജ അറിയാം. തിന്നുമ്പോ ആ ഉപ്പും പുളിയും എരിവെല്ലാം പൊടിച്ചിട്ട് തിന്നുമ്പോ മജ 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 മജ. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓരോരാൾക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ഓനിക്കും കൊടുത്തു തിന്നട്ടെ. പാട്ടിനൊത്തിരി നല്ല പാല് ഡാൻസെല്ലാം കളിക്കുന്നുണ്ട് അവിടെ. ഇന്ന് നല്ല ചക്കക്കുരു കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കോഴി പൊരിച്ചു ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഉച്ചക്കേക്ക് ഇങ്ങനെയല്ല അജ്മല് കറിയിലിടാൻ വേണ്ടിട്ട് മാങ്ങെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാനും തിന്നു. ഉപ്പും കൂട്ടിട്ട് തിന്നുമ്പോൾ നല്ല മജല്ല. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാങ്ങി ചക്കയെല്ലാം കിട്ടുന്നുണ്ടാവില്ല. അരിഞ്ഞ് തിന്നിട്ടാ നിങ്ങൾ നമ്മ ചോറ് കഴിക്കേണ്ട പരിപാടിയിലേക്ക്. നല്ല ചക്കക്കുരു കറിയും വറവും പിന്നെ ചിക്കൻ പൊരിച്ചതും അച്ചാറും ഇതെല്ലാം കൂട്ടിട്ട് നല്ല പാല് കഴിച്ച് നമ്മൾ തിന്നിട്ടാ. അപ്പൊ ഓക്കെ, ബൈ. ഹലോ ഗൈസ്, സുഖല്ലേ? രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉപ്മാവും കോഴി പൊരിച്ചു, പിന്നെ കുറച്ച് സാലഡ് അങ്ങനെ ലൈറ്റാണ്. രാത്രിത്തേക്ക് തള്ളി നീക്കി. രാത്രി വരെ പണിയെടുക്കുന്ന മുനിസിപ്പാലിറ്റിക്കാരെയും കണ്ട് അങ്ങനെ രാവിലെ എണീച്ചിട്ടാകുമ്പോൾ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം എല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കും. ഞായറാഴ്ച അല്ലേ. ഉമ്മ മിനിയാന്ന് മാങ്ങ കൊടുത്തത് അവിടെ പോക്കാൻ വെച്ചിന്. അത് പോത്തിനൊന്നും അറിയില്ല, ആകെ ഒന്നേ ഇല്ലെന്ന് തോന്നുന്നു. അതാണെങ്കിൽ പോത്തിട്ടോ പച്ച തന്നെ നല്ലോണം ഇറങ്ങാന്ന് വിചാരിക്കും. ഞായറാഴ്ച ആണെങ്കിൽ എവിടെ പറ്റുന്നത് രാവിലെ എണീച്ച് അപ്പല് സുഖം. പുറത്താണെങ്കിൽ നല്ല ചൂടിട്ടാ, ചൂട് കൂടി കൂടി വരുന്നുണ്ട്. മിനിയാന്ന് ഉപ്പിലിട്ട് വെച്ചിനെ നെല്ലിക്ക. ആ നെല്ലിക്ക ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്നെല്ലാം തിന്നിട്ട് തന്നെ കാണണം. ഫസ്റ്റ് തന്നെ എടുത്തിട്ട് എനിക്ക് തന്നെ എങ്ങനെയുണ്ട് നോക്കാറുണ്ട്. ഉപ്പും പുളിയെല്ലാം പൊടിച്ചിനോന്ന്. ഏത് മജ അറിയാം. തിന്നുമ്പോ ആ ഉപ്പും പുളിയും എരിവെല്ലാം പൊടിച്ചിട്ട് തിന്നുമ്പോ മജ 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 മജ. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓരോരാൾക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ഓനിക്കും കൊടുത്തു തിന്നട്ടെ. പാട്ടിനൊത്തിരി നല്ല പാല് ഡാൻസെല്ലാം കളിക്കുന്നുണ്ട് അവിടെ. ഇന്ന് നല്ല ചക്കക്കുരു കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കോഴി പൊരിച്ചു ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഉച്ചക്കേക്ക് ഇങ്ങനെയല്ല അജ്മല് കറിയിലിടാൻ വേണ്ടിട്ട് മാങ്ങെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാനും തിന്നു. ഉപ്പും കൂട്ടിട്ട് തിന്നുമ്പോൾ നല്ല മജല്ല. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാങ്ങി ചക്കയെല്ലാം കിട്ടുന്നുണ്ടാവില്ല. അരിഞ്ഞ് തിന്നിട്ടാ നിങ്ങൾ നമ്മ ചോറ് കഴിക്കേണ്ട പരിപാടിയിലേക്ക്. നല്ല ചക്കക്കുരു കറിയും വറവും പിന്നെ ചിക്കൻ പൊരിച്ചതും അച്ചാറും ഇതെല്ലാം കൂട്ടിട്ട് നല്ല പാല് കഴിച്ച് നമ്മൾ തിന്നിട്ടാ. അപ്പൊ ഓക്കെ, ബൈ.